പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ L3210 എന്ന പ്രിൻ്റർ ഉബുണ്ടു അല്ലെങ്കിൽ ITH സ്കൂൾ അല്ലെങ്കിൽ ലിനക്സ് പോലത്തെ OSൽ എങ്ങനെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് പ്രിൻ്റർ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അതിൽ എപ്സൺ ഡൗൺലോഡ് സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ലിസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും എപ്സൺ ഡൗൺലോഡ് സെൻറ്റർ എന്ന എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സൈറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി വന്നാൽ ആദ്യം നമുക്കിവിടെ ചെയ്യാനുള്ളത് എൻ്റർ പ്രൊഡക്റ്റ് നെയിം എന്ന് കണ്ടില്ലേ, ജസ്റ്റ് അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. L3210 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ലിനക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിനക്സ് എന്നുള്ളത്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മളെ പേരിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷന്. ജസ്റ്റ് ആ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും L3210 സീരീസ് പ്രിൻ്റർ ഡ്രൈവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ അക്സെപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താഴെ പാക്കേജ് ഡൗൺലോഡ് പേജ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും DB ഫയൽ. ഇവിടെ ഫസ്റ്റ് തന്നെ DB ഫോർമാറ്റുള്ള ഫയലാണ്. അതിൻ്റെ 64 ബിറ്റിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നിങ്ങൾ USB കേബിൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഡൗൺലോഡിൻ്റെ ഫയലിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഒരിക്കലും അത് ഡബിൾ ക്ലിക്ക് ചെയ്യരുത്. ആ ഫോൾഡർ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോൾഡറിലോട്ട് പോകും. ഇതാണ് നമ്മളെ ഫയൽ. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ഇൻസ്റ്റാളിങ് ചെയ്യാവുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസ്റ്റാളർ ഓപ്പണായി വരുന്നതാണ്. അതിൽ ഈ കാണുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ നേരെ ഉബുണ്ടുവിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അതായത് ലിനക്സ് ITH സ്കൂൾ ഏതാണ് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് താഴെ പ്രിൻറ്റേഴ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പഴയ പ്രിൻ്ററിൻ്റെ കുറേ ലിസ്റ്റുകൾ കാണിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അഡീഷണൽ പ്രിൻ്റർ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കാണിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ഓപ്പണായി വരും. അവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ആൾറെഡി USB കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് കംപ്ലീറ്റഡ് ആണെങ്കിൽ എപ്സൺ L3210 എന്നാണ് കാണിക്കും. അവിടെ കണക്ഷൻ ഏതാണെന്നുള്ളത് USB ആണ് കൊടുത്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫോർവേഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ വരും. അവിടെ ജസ്റ്റ് അപ്ലൈ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ആ പേരിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് സാമ്പിൾ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.